ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ എടുത്ത് നടത്തിയ സ്പീച്ച് കൊണ്ട് ക്രിപ്റ്റോ ലോകം തന്നെ മാറ്റി എന്ന് പറയാം. ഇപ്പൊ എടുത്ത് നടന്ന സ്പീച്ച് ഏതാണെന്ന് അറിയാം? നാഷണൽ ടെന്നസിയിൽ നടന്ന സ്പീച്ച്. ഈ നാഷണൽ ടെന്നസിയിൽ നടന്ന സ്പീച്ച് സാധാരണ സ്പീച്ച് അല്ല. അത് നടന്നത് എവിടെയാണെന്നറിയോ? ഏറ്റവും വലിയ ബിറ്റ്കോയിൻ കോൺഫറൻസിലാണ് നടന്നത്. മനസ്സിലായോ? പിന്നെ ഈ സ്പീച്ചിലുള്ള കാര്യങ്ങൾ ക്രിപ്റ്റോ ലോകത്ത് തന്നെ മാറ്റി നമുക്ക് പറയാം. മീൻസ് അനിശ്ചിതകാലം പമ്പിപ്പിക്കുന്ന ഒരു സ്പീച്ചാണ് ബേസിക്കലി. അതിലുള്ള പോയിന്റുകൾ ആള് പ്രസിഡന്റ് ആകുമ്പോൾ ആൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സ്പീച്ചിൽ പറയുന്നത്. പിന്നെ ആള് പ്രസിഡന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് മീൻസ് ഓൺ ദ സ്പോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ആള് പറയുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ എക്സിക്യൂഷൻ കൊണ്ട് നമുക്ക് വലിയ ഉപകാരപ്രദവും. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് എന്താ നേട്ടം? നിങ്ങൾ ആലോചിക്കും. ശരിയാണ്, മലയാളികൾക്ക് എന്താ നേട്ടം? അത് ഞാൻ പറഞ്ഞുതരാം. ആളുടെ സ്പീച്ചിൽ എന്തൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിൽ പോയിന്റ് ബൈ പോയിന്റ് ബേസിസിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്റെ ഒരു ഒപ്പീനിയനും കൂടി അതിൽ ഉൾപ്പെടുത്താം ഓരോ പോയിന്റിലും. ആള് ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാർക്ക് മീൻസ് യുഎസിലുള്ള സാധാരണക്കാർക്ക് ഇനി ബിറ്റ് കോയിനിൽ സേവ് ചെയ്യാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സാലറി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാലറിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ബിറ്റ് കോയിനിൽ സേവ് ചെയ്ത് വെക്കാം ക്യാഷ്. അപ്പൊ അവർ മാസം ഒരു സാലറി കിട്ടി, അപ്പൊ അവർക്ക് വേണമെങ്കിൽ 50% ബിറ്റ് കോയിനിൽ സേവ് ചെയ്ത് വെക്കാം. മനസ്സിലായോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ റിസർവ് കറൻസിക്ക് അത് മാറ്റുന്ന പറയാം. മനസ്സിലായോ? ഇതെന്തിനാ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കറന്റ് അഡ്മിനിസ്ട്രേഷൻ കണ്ടമാനം അൺവാണ്ടഡ് ആയിട്ട് കാശ് പ്രിന്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. സാധാരണ ജനതയ്ക്ക് പണ്ടത്തെ പോലെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല. സാധനങ്ങളുടെ വിലയൊക്കെ വല്ലാണ്ട് കയറി, പ്രൈസ് ഡിപ്രിസിയേഷൻ നടന്നു. മനസ്സിലായോ? അപ്പൊ ഗുഡ്സിന്റെയും സർവീസസിന്റെയും വില വല്ലാണ്ട് കൂടിയപ്പോ പണ്ടത്തെ പോലെ അവർക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റണില്ലേ. മനസ്സിലായോ? ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇനി തൊട്ടിട്ട് ബിറ്റ് കോയിൻ, ഇനി തൊട്ടെന്ന് പറഞ്ഞാൽ അയാൾ പ്രസിഡന്റ് ആയതിനു ശേഷം അയാൾ ബിറ്റ് കോയിൻ റിസർവ് കറൻസി ആക്കി മാറ്റിയ ഈ സാധാരണ ജനതയ്ക്ക് ഇനി ബിറ്റ് കോയിനിൽ എടുത്തു വയ്ക്കാൻ കാശ്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത് നിങ്ങൾക്ക് എന്താ ഗുണം? നിങ്ങൾക്ക് എന്താ ഗുണം നിങ്ങൾ ആലോചിച്ചു? ഇപ്പൊ എല്ലാവരും ബിറ്റ് കോയിനിൽ എടുത്തു വയ്ക്കാൻ നോക്കി കാശ്. മീൻസ് ഈ അമേരിക്കൻ ജനതയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മീൻസ് നിങ്ങൾക്ക് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക? അവര് റിസർവ് കറൻസി ആയിട്ട് കണക്കാക്കണം. അപ്പൊ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. മീൻസ് അത് വിൽക്കണില്ലേ, സേവിങ്സ് ആയിട്ടായാലും ശരി അവർ വിൽക്കണില്ലേ, എടുത്തു വയ്ക്കണുള്ളൂ. അപ്പൊ നിങ്ങളുടെ ബിറ്റ് കോയിന്റെ മൂല്യം കൂടും, നിങ്ങൾക്ക് കാശ് കൂടി കിട്ടും. മനസ്സിലായോ? അതാണ് നിങ്ങൾക്കുള്ള ഗുണം. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് ഗാരി ഗെൻസ്ലറിനെ ആള് ഫയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഗാരി ഗെൻസ്ലർ ആരാന്ന് അറിയില്ലെങ്കിൽ ആളാണ് SEC ചെയർമാൻ. ഈ SEC ചെയർമാനാണ് ഈ ETF അപ്രൂവൽ ഒക്കെ നടത്തുക. മീൻസ് SEC ആണ് ഈ ETF അപ്രൂവൽ നടത്തുക. ചെയർമാന് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ ഗാരി ഗെൻസ്ലറിന് ഒരു വലിയ ഇതുണ്ട്, വാക്കുണ്ട് SEC. അപ്പൊ ഇയാളാണ് ബേസിക്കലി ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് ഈ ETFs തടസ്സമായിട്ട്. മീൻസ് അത് അപ്രൂവ് ആവാനുള്ള തടസ്സമായിട്ട് ഇയാളെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോ ക്രിപ്റ്റോ മെഷേഴ്സ് എടുക്കാൻ എളുപ്പമാണ്. മീൻസ് ഈ ETF അപ്രൂവൽ ഒക്കെ നടത്താൻ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? പിന്നെ ക്രിപ്റ്റോയുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പവും. ഈ ഗാരി ഗെൻസറിനെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗാരി ഗെൻസർ ആന്റി ക്രിപ്റ്റോയുടെ ആവാണ്, ഓൾഡ് ഫാഷൻ ഡൂഡാണ്. ഇയാളെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ക്രിപ്റ്റോ വളരെ അധികമായിട്ട് പമ്പ് ചെയ്യും. മനസ്സിലായോ? ഈ ചെയർമാൻ പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് ആദ്യ ദിവസം തന്നെ ചെയ്യാൻ പോണ കാര്യമാണ്. ആദ്യ ദിവസം ഈ ഗാരി ഗെൻസർ കാരണമാണ് US പിന്നോട്ട് പോകണമെന്ന് ആള് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നോളജി പരമായി അവർ പിന്നോട്ട് പോവാണ്. മീൻസ് അവര് പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ക്രിപ്റ്റോ അല്ലെങ്കിൽ Web3 ടെക്നോളജി ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി കുറവ് കറന്റ് അഡ്മിനിസ്ട്രേഷൻ കാണുന്നുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ഗാരി ഗെൻസറിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ വിഷയം സോൾവ് ചെയ്തു. മീൻസ് ഈ ഓൾഡ് ഫാഷൻ രീതികൾ അവര് ബ്ലീഡിങ് എഡ്ജിലായിരിക്കും നമ്മൾ നിൽക്കുന്ന പറയുന്നത്. ബ്ലീഡിങ് എഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മുന്നിലായിരിക്കണം. മീൻസ് നമ്മൾ മുന്നിലായിരിക്കും US എല്ലാവരെയും കാട്ടും. പക്ഷെ ചൈനയെ കാട്ടും. ചൈനയൊക്കെ പ്രോ ക്രിപ്റ്റോ മെഷേഴ്സ് എടുക്കുകയാണ്. ചൈന ഫാസ്റ്റ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു ക്രിപ്റ്റോ. ഇപ്പൊ അവരെ കുറച്ചു കാലം മുമ്പ് എന്താ ചെയ്തത്? ഈ ക്രിപ്റ്റോ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഈ ടെക്നോളജി കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നു. മീൻസ് എക്കണോമിക്ക് ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്നോളജി ജനങ്ങളുടെ ജീവിതം നന്നാവും അവർക്ക് മനസ്സിലായി. കാരണം എല്ലാവരും ഇപ്പൊ ക്രിപ്റ്റോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പൊ US ലാഗ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി US ഇപ്പൊ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഈസി ചെയ്തുകൊണ്ടിരിക്കുക ക്രിപ്റ്റോ റെഗുലേഷൻസ്. ഇതാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇതൊക്കെ മേലെ ചെയ്യാൻ പോകുന്നത്. ആൾ ഗാരി ഗെൻസറിനെ മാറ്റി കഴിഞ്ഞിട്ട് ഒരു നല്ലൊരാളെ മീൻസ് പ്രോ ക്രിപ്റ്റോ മെഷേഴ്സ് എടുക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ടെക്നോളജിക്ക് എതിർപ്പില്ലാത്ത ഒരാളെ ആള് ചെയർമാനായിട്ട് വയ്ക്കും. അപ്പൊ ഫാസ്റ്റ് ആയിട്ട് പുതിയ പുതിയ ടെക്നോളജികളൊക്കെ USലേക്ക് വീണ്ടും വരും. അപ്പൊ US വീണ്ടും മുന്നിലോ മീൻസ് ടോപ്പിൽ നിൽക്കും ടെക്നോളജിയിൽ. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിൽ ഏറ്റവും നല്ല രാജ്യമായിട്ട് വീണ്ടും മാറുന്ന ആള് പറയും. നമുക്കറിയില്ല, ആള് പറയുന്നതാട്ടോ. മൂന്നാമത്തെ പോയിന്റ്, ബർത്ത് ഓഫ് ദ ബിറ്റ്കോയിൻ പ്രസിഡൻഷ്യൽ കൗൺസിൽ. ഇവിടെ ട്രംപ് പറയുന്നത് ഒരു ബിറ്റ്കോയിൻ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ രൂപീകരണം ഉണ്ടാവുന്നതാണ്. എപ്പോ ആള് പ്രസിഡന്റ് ആയതിനു ശേഷം. ഈ കൗൺസിലിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പാരന്റ് റെഗുലേറ്ററി ഗൈഡൻസ് ഉണ്ടാക്കാൻ ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്. ഈ കൗൺസിൽ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം 100 ദിവസത്തിനുള്ളിൽ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് റെഗുലേറ്ററി ഗൈഡൻസ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ആളുണ്ടാക്കുന്ന പറയുന്നത്. പിന്നെ ട്രംപ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ ബിറ്റ്കോയിൻ പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ ഉദ്ദേശം തന്നെ
ഇങ്ങനത്തെ ഒരു ട്രാൻസ്പാരന്റ് റെഗുലേറ്ററി ഗൈഡൻസ് ഉണ്ടാക്കുന്നതാണ്. എന്തിന്? ക്രിപ്റ്റോ കറൻസിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. മീൻസ് അവരെ ഫേവർ ചെയ്തിട്ടാണ് ഈ കൗൺസിൽ ഉണ്ടാക്കുന്നത്, റെഗുലേഷൻസ് ഈസി ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റെഗുലേഷൻ വളരെ സിമ്പിൾ ആയിരിക്കും, സ്ട്രേറ്റ് ഫോർവേഡ് ആയിരിക്കും, പിന്നെ ഫെയർ ആയിട്ട് റെഗുലേഷൻ ആണ് ആള് പറയുന്നത്. എന്തിന്? ക്രിപ്റ്റോ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആള് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ 4ാമത്തെ പോയിന്റ്, ബിൽഡിംഗ് എ ഫ്രെയിംവർക്ക് ഫോർ സേഫ് ആൻഡ് റെസ്പോൺസിബിൾ എക്സ്പാൻഷൻ ഓഫ് സ്റ്റേബിൾ കോയിൻസ്. ഒരു സേഫ് ആൻഡ് റെസ്പോൺസിബിൾ ഫ്രെയിംവർക്ക് സ്റ്റേബിൾ കോയിൻസിന് വേണ്ടി അത് ഉണ്ടാക്കേണ്ടതെന്ന് ആൾ പറയുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് US ഡോളർ സ്റ്റേബിൾ കോയിൻസ് ആയിട്ട് പെഗ് ചെയ്യാനാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു US ഡോളറിന് തുല്യമായിട്ടായിരിക്കും സ്റ്റേബിൾ കോയിൻ ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടാക്കാം. ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി രാജ്യങ്ങളെ കൊണ്ട് ഈ സ്റ്റേബിൾ കോയിൻസ് ഉപയോഗിച്ചിട്ട് ട്രാൻസാക്ട് ചെയ്യിപ്പിക്കാനാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ US ഒരു വലിയ ഡോമിനൻസ് കിട്ടും ബാക്കി രാജ്യങ്ങളിൽ എടുത്ത്. മനസ്സിലായ? ഇപ്പോഴത്തെ പെട്രോൾ ഡോളർ സിസ്റ്റം പോലെ തന്നെ, മീൻസ് പെട്രോൾ വാങ്ങുമ്പോൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ഡോളറിൽ വിൽക്കണം വാങ്ങണം എന്ന് പറയില്ല. അതുപോലെ തന്നെ സ്റ്റേബിൾ കോയിൻസ് ആൾക്കാർ ഉപയോഗിക്കുകയാണെങ്കിൽ, മീൻസ് അത് US ഡോളറിന് പെഗ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേബിൾ കോയിനെ മറ്റു രാജ്യങ്ങളെ കൊണ്ട് ആള് ട്രാൻസാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഓർഡർ ആൾ കൊണ്ടുവരും, US ഡോമിനൻസ് കാണിക്കാൻ. ഈ സ്ട്രാറ്റജി കൊണ്ട് ആൾക്ക് US വെൽത്തും പിന്നെ ഗ്ലോബൽ ഇൻഫ്ലുവൻസും കൂട്ടാം. പിന്നെ ട്രംപ് പറഞ്ഞിരുന്നു ബില്യൺസ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ആൾക്കാരെ ആള് ക്രിപ്റ്റോ എക്കണോമിക്ക് ഈ അപ്രോച്ച് കൊണ്ട് ആള് കൊണ്ടുവരുന്നു. പക്ഷെ ആളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ബിറ്റ്കോയിൻ ആയിരിക്കും റിസർവ് കറൻസി ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ലോകത്തിന് ഒരു പ്രോസ്പെറസ് ആയിട്ടൊരു ലോകമാക്കി മാറ്റാൻ പറ്റാമെന്ന് ആള് പറയുന്നത്. മീൻസ് ആൾ ചിലപ്പോൾ സുഖിപ്പിച്ച് പറയുന്നതായിരിക്കും ആൾക്കാരെ, മീൻസ് വോട്ടേഴ്സിനെ കിട്ടാൻ. എന്നാലും ആളേതാണ് ഉദ്ദേശിക്കുന്നത്. ആളെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ആയിരിക്കും റിസർവ് കറൻസി വേൾഡിന്റെ. പിന്നെ ഈ ബിറ്റ്കോയിൻ റിസർവ് കറൻസി ആയിട്ടുണ്ടെങ്കിൽ വേൾഡ് പ്രോസ്പെറസ് ആവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ലോകം റിച്ച് ആവും എന്ന് പറയേണ്ടത്. പിന്നത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കിംഗ് ദ US എ ബിറ്റ്കോയിൻ പവർ ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US ആയിരിക്കും ബിറ്റ്കോയിന്റെ പവർ ഹൗസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ US എല്ലാ ബിറ്റ്കോയിൻ മൈനിങ് നടക്കാൻ പോകുന്നതാണ് ആള് പറയുന്നത്. അതിനാൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിന്റെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ അത് 2 ഇരട്ടിയാക്കും എന്നാ പറയുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ. ആ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിച്ചിട്ട് ബിറ്റ്കോയിൻ മൈനിങ് നടത്തുന്ന ആള് പറയും. മീൻസ് ലോകത്തില് ഉന്നത പൊസിഷനിലായിരിക്കും US നിൽക്കുന്നത് ബിറ്റ്കോയിൻ മൈനിങ്ങിൽ. അപ്പൊ US ടോപ്പ് ആയിരിക്കും ബിറ്റ്കോയിൻ മൈനിങ്ങിൽ. ബാക്കി രാഷ്ട്രങ്ങളൊക്കെ പിന്നോട്ട് പോകുന്നൊക്കെയാണ് ആള് പറയണത്. അറിയില്ല എന്നാണ് ആള് പറയണത്. പക്ഷെ ഇത് ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ആള് ചെയ്യുന്നത് അത്ര ബുദ്ധിപരമായ കാര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. പക്ഷെ ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടും, അതിനനുസരിച്ച് ബിറ്റ്കോയിൻ മൈൻ നടത്തും എന്ന് പറയുന്നത്. പിന്നെ സസ്റ്റൈനബിൾ എനർജിനെ കുറിച്ച് ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ആൾക്ക് ഫോസിൽ ഫ്യൂൽസ് ആണ് താല്പര്യം. ഓയിൽ പ്രൊഡക്ഷൻ ഭൂമിയുടെ അടിയിൽ നിർത്ത് ഓയിലിന്റെ പ്രൈസ് കുറയ്ക്കുന്ന പരിപാടിയാണ് ആള് പറയണത്. മീൻസ് പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ആള് ഗ്ലോബൽ വാർമിംഗ് എന്തിനൊന്നും ആള് ചെയ്യണില്ല. അത് ആൾക്ക് വലിയ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ബേസിക്കലി താല്പര്യമില്ല എന്നാണ് ആക്ഷനിൽ ആൾ പറയുന്നത് സ്പീച്ചിൽ. 6ാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിമിനേറ്റ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആള് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി റദ്ദാക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇനി വേണ്ടെന്നാണ് ആള് പറയുന്നത്. ഇനി അങ്ങനെ കൺസെപ്റ്റ് വരാണെങ്കിൽ, മീൻസ് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കാൻ നോക്കുകയാണെങ്കിൽ തന്നെ ആള് അത് അവസാനിപ്പിക്കുന്ന പറയുന്നത്. അത് പ്രസിഡന്റ് ആയി. ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജനത്തിന് ഇനി സെൽഫ് കസ്റ്റോഡിയൽ വാലറ്റിൽ അവരെ കാശെടുത്ത് വയ്ക്കാം. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഒന്നും അവര് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങനെയും സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ആള് ഡിസിസ്റ്റ് ചെയ്യും. ഡിസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് CDBC ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ ആള് സമ്മതിക്കില്ല. ആള് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പ്രൈവസിയും പിന്നെ ഓട്ടോണമിയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നാണ് ആള് പറയുന്നത്. ആള് സെൽഫ് കസ്റ്റഡിയിലാണ് വിശ്വസിക്കുന്നത്. ഈ CDBCയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ട്രാക്ക് ചെയ്യണം. മീൻസ് നമ്മുടെ കാശ് എവിടേക്ക് പോയി എന്നൊക്കെ CDBCക്ക് മനസ്സിലാക്കാൻ പറ്റും. മീൻസ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും ആള് അനുവദിച്ചു കൊടുക്കണില്ല. മീൻസ് ഒരു സെൻട്രൽ ബാങ്ക് നമ്മളുടെ കാശ് എവിടെയാണെന്ന് അറിയരുത്. നമ്മളുടെ കാശ് നമ്മൾക്ക് മാത്രം അറിഞ്ഞാൽ മതി. 7ാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് റിസർവ് ഇൻ ബിറ്റ്കോയിൻ. ഇവിടെ ട്രംപ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ US ഗവൺമെന്റ് ഒരു സ്ട്രാറ്റജിക് റിസർവ് ഉണ്ടാക്കുന്ന പറയുന്നത് ബിറ്റ്കോയിനിൽ. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇലിസിറ്റ് ആയിട്ട് കണ്ടെത്തിയ ബിറ്റ്കോയിൻ മീൻസ് ഏകദേശം 210,000 അല്ലെങ്കിൽ 2,10,000 ബിറ്റ്കോയിനുകൾ ഇലിസിറ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇലിസിറ്റ് ആയിട്ട് പറഞ്ഞാൽ ഓരോ വെബ്സൈറ്റൊക്കെ ക്രാക്ക് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ഇലീഗൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, സിൽക്ക് റോഡ് പോലത്തെ. ആ സിൽക്ക് റോഡുകളൊക്കെ ഗവൺമെന്റ് അല്ലെങ്കിൽ FBI അവരെ പിടിച്ചു, സിൽക്ക് റോഡ് നടത്തിയ ആൾക്കാരൊക്കെ. അപ്പൊ അവരിൽ നിന്നൊക്കെ ബിറ്റ്കോയിനുകളൊക്കെ കിട്ടിയിരുന്നു. ഇതുവരെ കണ്ടമാന ആൾക്കാരുടെ അടുത്തുനിന്ന് ബിറ്റ്കോയിൻ കിട്ടിയിരുന്നുണ്ട്. ഇങ്ങനത്തെ പൊട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ, മീൻസ് ഇലിസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തു നിന്നൊക്കെ കണ്ടെത്തിയ ബിറ്റ്കോയിനുകൾ. ആ ബിറ്റ്കോയിനുകൾ ഇനി ട്രംപ് വിൽക്കില്ല. ട്രംപ് അത് എടുത്തു വയ്ക്കും. ഇനി എങ്ങനെയും കിട്ടുകയാണെങ്കിൽ പുതിയത് അത് എടുത്തു വയ്ക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഗവൺമെന്റ് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ട്രംപ് പറയും. എപ്പോ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം. മനസ്സിലായോ? ഈ ബിറ്റ് കോയിന്റെ മൂല്യം ഏകദേശം $15 ബില്യൺ ആണ്. $15 ബില്യൺ എന്നുണ്ടെങ്കിൽ 2,10,000 ബിറ്റ് കോയിന്റെ കാശാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ഈ പൊട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച ബിറ്റ് കോയിന്റെ കാശാണ് ഞാൻ പറയുന്നത്. അപ്പൊ ട്രംപ് പറഞ്ഞു ഇതിന്റെ 100% ആള് എടുത്തു വെക്കും റിസർവ് ആയിട്ട് വിൽക്കാണ്ട്. അപ്പൊ എന്താ പറ്റുക, ബിറ്റ് കോയിന്റെ പ്രൈസ് വീണ്ടും കയറും. മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾക്ക് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുണമാണോ? നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് ബിറ്റ് കോയിന്റെ പ്രൈസ് അപ്രീസിയേഷൻ കിട്ടും. മനസ്സിലായോ? നിങ്ങൾ വെറുതെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും കയറിക്കൊണ്ടിരിക്കും ബിറ്റ് കോയിൻ. അപ്പൊ ഈ കാര്യം അമേരിക്കൻ പീപ്പിളിന് ഗുണകരമാവും. പക്ഷെ ഒരു കാര്യം മനസ്സിലാവും, അമേരിക്കൻ പീപ്പിൾ മാത്രമല്ല ലോകത്തിന് മുഴുവനും ഗുണകരമാണെന്ന് മനസ്സിലാക്കണം. 8ാമത്തെ പോയിന്റ്, ഫ്രീ റോസ് ഓയിൽ ബ്രിഡ്ജ്. ട്രംപ് ഇവിടെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് ഓയിൽ ബ്രിഡ്ജിനെ ആള് ഫ്രീ ആക്കി വിടുന്ന പറയുന്നത്. ഈ റോസ് ഓയിൽ ബ്രിഡ്ജ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിൽക്ക് റോഡിന്റെ ഫൗണ്ടറാണ്. ആള് 11 വർഷമായിട്ട് ഇപ്പൊ ജയിലിലാണ്. ആള് ജയിലിലേക്ക് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉടായ്പ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ഉടായ്പ എന്ന് പറഞ്ഞാൽ ഡ്രഗ് വിൽപ്പന, തോക്ക് വിൽപ്പന, എല്ലാ തരം പരിപാടികളും ആൾക്കുണ്ടായിരുന്നു. പക്ഷെ FBI ആളെ കണ്ടെത്തി. കാരണം ആൾ ഉടായ്പല്ലേ ചെയ്തു. FBI കണ്ടെത്തിയിട്ട് ആ സിൽക്ക് റോഡിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ FBI എടുത്തു വെച്ചിട്ടുണ്ട്. ബേസിക്കലി മീൻസ് ബിറ്റ് കോയിനുകളൊക്കെ അപ്പൊ ഗവൺമെന്റ് കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇയാളെ പിടിച്ച് ജയിലിൽ ഇട്ടും ചെയ്തു. ബേസിക്കലി ഇയാൾ ഉടായ്പല്ലേ ചെയ്യുന്നുള്ളൂ. ഈ വ്യക്തിനെ ട്രംപ് ഫ്രീ ആക്കുന്ന പറയുന്നത്. ഇത് ചെയ്യുന്നത് കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ബേസിക്കലി. പിന്നെ ഇത് ക്രിപ്റ്റോ കൾച്ചറിന് അല്ലെങ്കിൽ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഭയങ്കര റെസണേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കമ്മിറ്റ്മെന്റ് മേക്ക് ചെയ്യും ബേസിക്കലി. വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് ഉൾ ബ്രിഡ്ജ് അല്ലെങ്കിൽ ആ വ്യക്തിനെ, ആ സിൽക്ക് റോഡിന്റെ ഫൗണ്ടറിനെ ആളെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു റെസ്പെക്ട് ആണ് കിട്ടുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ബേസിക്കലി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിരുന്നു ചെയ്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്പ് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ആൾ ബിറ്റ് കോയിനിലാണ് കടന്ന ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിയിരുന്നത്. ആൾ അത്ര മോശക്കാരനായിരുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലെങ്കിൽ അയാൾക്ക് തിരിച്ചയാളുടെ ഫാമിലിക്ക് പോവാം. അയാളുടെ 15 വർഷം ജയിൽ ശിക്ഷ അവസാനിപ്പിക്കാൻ പോണ് എപ്പോൾ ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം എന്ന് ട്രംപ് പറയണത്. നമുക്കറിയില്ല ബേസിക്കലി. ട്രംപ് പ്രസിഡന്റ് ആയതിനു ചിലപ്പോൾ ട്രംപ് വാക്ക് മാറ്റി. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ട്രംപ് എന്താ ചെയ്യാന്ന്. ട്രംപ് പ്രസിഡന്റ് ആയ പക്ഷെ ട്രംപ് പറയുന്നുണ്ട് ക്രിപ്റ്റോ കറൻസി ആൾ മെയിൻ സ്ട്രീം ആക്കുന്നു പറയുന്നു. പിന്നെ ആളുടെ കാര്യം കൂടി പറയുന്നുണ്ട്, ആൾ ക്രിപ്റ്റോ ബിസിനസ്സുകൾ കൊണ്ടുവരുന്നു US-ൽ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രിപ്റ്റോ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യും. അത് മാത്രമല്ല വേൾഡ് വൈഡ് അഡോപ്ഷൻ കൊണ്ടുവരുന്നു പറയുന്നുണ്ട് ട്രംപ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിപ്റ്റോ കറൻസി ഇൻഹെറന്റ് ഒരു ഗ്ലോബൽ കറൻസിയാണ്. പക്ഷെ ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് അയാള് ഫ്രീ മാർക്കറ്റ് പ്രിൻസിപ്പിളിലും പിന്നെ ഇൻഡിവിജ്വലിസത്തിലും ഒക്കെയാണ് ആള് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഈ സെൽഫ് കസ്റ്റോഡിയൽ വാലറ്റിലൊക്കെ കാശ് എടുത്ത് വെക്കുമ്പോൾ അതിന് കണ്ടമാനം റിസ്കുകളൊക്കെ ഉണ്ട്. മനസ്സിലായോ? പിന്നെ അതിന്റെ റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് നമുക്കറിയില്ല. മനസ്സിലായി? അതിന്റെ വ്യക്തമായിട്ടുള്ള റെഗുലേഷൻസ് ഇല്ല. ക്ലിയർ ആയിട്ടുള്ള റെഗുലേഷനെ കുറിച്ചൊന്നും നമുക്കൊരു പിടിയില്ല. പക്ഷെ ഈ ചാലഞ്ചസ് ഒക്കെ ഉൾക്കൊണ്ടിട്ട് നമുക്ക് പറയാം ബേസിക്കലി ട്രംപ് ക്രിപ്റ്റോ കറൻസിനെ ഒരു ഹൗസ് ഹോൾഡ് നെയിം ആക്കി മാറ്റുന്നു. കാരണം വെച്ചാൽ ആളിപ്പോ പറഞ്ഞതൊക്കെ വളരെ പ്രോ ക്രിപ്റ്റോ കാര്യങ്ങളാണ്. പ്രോ ക്രിപ്റ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ തന്നെ പ്രോ ക്രിപ്റ്റോ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഹൗസ് ഹോൾഡ് നെയിം ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആൾ പറഞ്ഞേക്കുന്നത്. ആളുടെ പോയിന്റ്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ കമന്റ് അടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമന്റ് അടിക്കാം. ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. കണ്ടതിൽ നന്ദി. ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.